പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ദേവപാല സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ ഇഷയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അഭിഷേക് എന്തൊക്കെ സംഭവിച്ചാലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നും ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്നാണ് അവിടേക്ക് ദേവബാല കടന്നു വരുന്നത്. ഇതോടെ ദേവബാല, നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ചതിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഈ ലോകത്തിനോട് വിളിച്ചു പറയും. നിങ്ങൾക്ക് ഇനിയൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ നിങ്ങളെ കൊടുക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം ദേവബാല മനസ്സിലാക്കിയോ എന്ന് ഭയപ്പെടുന്ന അഭിഷേക്, നീ ഓഫീസിൽ നിന്ന് പോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എടി, നിന്നെ പോലെ ഉള്ളവരെയെല്ലാം എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം. നീ വെറും രണ്ടാം കിട പെണ്ണാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും അഭിഷേക് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇഷ ഇഷയോട് അപമാനം ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും നീ പറയരുത് എന്ന് അഭിഷേക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ദേവബാലയ്ക്ക്. പക്ഷേ ദേവബാലയാകട്ടെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോകുന്നു. എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല. മാത്രവുമല്ല, എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഇവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ദേവബാല. ഇത് കേട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിടുന്ന അഭിഷേക് ദേവബാലയെ തല്ലുകയും ചെയ്യുന്നു. എന്നാൽ അടികൊണ്ട് ദേവബാല, നീ എന്നെ തല്ലിയല്ലടാ, ഇവളെ പോലെയുള്ള ഒരു പെണ്ണിന് വേണ്ടി എൻ്റെ നേർക്ക് കൈയോങ്ങാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇവളെയൊക്കെ ജീവനോടെ കുഴിച്ചു മൂടുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ദേവബാല, നിന്നെ ഞാൻ ഈ ലോകത്തിന് മുന്നിൽ നാറ്റിക്കുമടി. നിന്റെ തല ഞാൻ അടിച്ചു താഴ്ത്തും. അത് ഉറപ്പ് തന്നെയാണ്. തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. നിന്റെ നാശം ഇവിടെ നിന്ന് തുടങ്ങുകയായി എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഇതോടെ ഇഷ അഭിഷേകിനോട് സത്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയം തനിക്കുണ്ട് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക് ആകട്ടെ യാതൊരു വിധത്തിലും ഇഷ പേടിക്കേണ്ടതില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇഷയുടെ കൂടെ ഞാൻ ഉണ്ടാകും ഇഷ. അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ്. മാത്രവുമല്ല, ദേവബാലയെ പോലെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞാൽ എന്ത് മാറ്റമാണ് ഈ ലോകത്തുണ്ടാവുക? ഇഷ ധൈര്യമായിരിക്കൂ, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഇഷയ്ക്ക് ഉറപ്പ് നൽകാം. മാത്രവുമല്ല, അവളെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം എന്ന് പറയുകയാണ് ഇപ്പോൾ അഭിഷേക്. പക്ഷേ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ദേവബാലയാകട്ടെ തൻ്റെ മനസ്സിലെ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുകയാണ്. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് അവളുടെ അച്ഛൻ. എന്താണ് മോളെ, എന്താ പറ്റിയത്? എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്നോട് പറയൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല. ഞാനാകെ പെട്ടുപോയിരിക്കുകയാണ്. ആ
അഭിഷേകിന്റെ കുട്ടിയാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ആ ഇഷയുടെ ഇത് കേട്ട് ദേവരാജനാകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല ദേവരാജൻ. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത്. അഭിഷേകിനെ തിരികെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മാത്രവുമല്ല, ഇഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങളാണ് ഇപ്പോൾ ദേവബാല മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് പുതിയൊരു തലവേദന ആയിരിക്കുകയാണ്. ഇപ്പോൾ അഭിഷേകിന് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.